ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുനടയിലെത്തി ഭഗവതിയെ ദർശിച്ച് അനുവാദം വാങ്ങി പൊങ്കാലയിടുന്നത് മഹത്തരമായൊരു കാര്യമാണ്. പൊൻകാല എന്നാൽ പൊൻകാലം എന്നാണ്. പൊൻകാലം എന്നാൽ സൂര്യൻ്റെ തേജസ്സിനെ അറിയുവാനും ഉണരുവാനുമുള്ള കാലമാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഇവിടെ പൊങ്കാല ആഘോഷങ്ങളുടെ ഒരുക്കം തകൃതിയായി നടക്കുകയാണ്. സ്വന്തം കൈയാൽ ദേവിക്ക് നിവേദ്യം അർപ്പിക്കാനുള്ള അവസരവുമായാണ് ഭക്തർ പൊങ്കാലയെ കണക്കാക്കുന്നത്. മനഃശുദ്ധിയോടെ പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ദേവിയാണ് ഭക്തർക്ക് ആറ്റുകാലമ്മ. മറ്റൊരു വിശ്വാസം നിലവിലുള്ളത് തമിഴ് സാഹിത്യം ചിലപ്പതികാരം കഥയിലൂടെ ബന്ധപ്പെട്ടതാണ്. ഭർത്താവായ കോവിലൻ്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ ധനമെല്ലാം നഷ്ടപ്പെട്ടതോടുകൂടി കണ്ണകി എന്ന പതിവ്രതയായ സ്ത്രീക്ക് ഒടുവിൽ തൻ്റെ ശേഷിച്ച ഏക സ്വത്തായ ചിലമ്പ് വിൽക്കേണ്ടി വരുന്നു. ഭർത്താവിൻ്റെ കയ്യിൽ ചിലമ്പ് വിൽക്കാൻ കൊടുത്തുവിട്ട കണ്ണകിക്ക് കേൾക്കേണ്ടി വരുന്നതോ കോവിലൻ്റെ മരണവാർത്തയായിരുന്നു. മധുര രാജ്യം വാണിരുന്ന പാണ്ഡ്യരാജാവിൻ്റെ പത്നിയുടെ ചിലമ്പ് മോഷണം പോകുകയായിരുന്നു. കോവിലൻ വിൽക്കാൻ കൊണ്ടുവന്നപ്പോൾ ചിലമ്പ് റാണിയുടെ ചിലമ്പുമായി സാമ്യമുള്ളതിനാൽ ചിലമ്പ് മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് രാജാവ് കോവിലിന് വധശിക്ഷ നൽകിയത്. വിവരമറിഞ്ഞ കണ്ണകി മധുരയിലേക്ക് ഓടി. അവൾ തൻ്റെ പക്കലുണ്ടായിരുന്ന ഒറ്റ ചിലമ്പ് രാജസന്നിധിയിൽ എറിഞ്ഞുടച്ചു. ചിലമ്പിൽ നിന്ന് മാണിക്യക്കല്ലുകൾ വീണു ചിതറി. രാജാവിനു തൻ്റെ തെറ്റുകൾ മനസ്സിലായി. കാരണം റാണിയുടെ നഷ്ടപ്പെട്ട ചിലമ്പിനുള്ളിലെ മണികൾ മുത്തുകൾ കൊണ്ടുള്ളതായിരുന്നു. ശരിയായ അന്വേഷണം കൂടാതെ തൻ്റെ ഭർത്താവിനെ കള്ളനാക്കി വധിച്ച രാജാവിനെ കണ്ണകി ശപിച്ചു. കണ്ണകിയുടെ ചാരിത്രശുദ്ധിയിൽ നിന്നുയർന്ന അഗ്നിയിൽ മധുരയുടെ രാജപ്രതാപങ്ങൾ എരിഞ്ഞടങ്ങുകയായിരുന്നു. കണ്ണകി അതിലൂടെ മുക്തി നേടുകയും ചെയ്തു. എന്നാൽ മധുരയുടെ ദഹനത്തിന് ശേഷം കണ്ണകി ബാലികാരൂപത്തിൽ കന്യാകുമാരി വഴി കൊടുങ്ങല്ലൂർ ലക്ഷ്യമാക്കി വംശനാട്ടിലേക്ക് തിരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. യാത്രാമധ്യേ ആറ്റുകാലിൽ വിശ്രമിച്ച കണ്ണകിക്ക് വേണ്ടി സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ചതായി പറയപ്പെടുന്നു. ആറ്റുകാലിൽ വിശ്രമിച്ച കണ്ണകിയാണ് മുല്ലവീട്ടിൽ കാർന്നവരുടെ സ്വപ്നത്തിൽ ബാലികാരൂപത്തിൽ വന്നതെന്നും തനിക്കായി ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടതെന്നും വിശ്വാസമുണ്ട്. കൃത്യമായ അനുഷ്ഠാനത്തോടെ പ്രാർത്ഥനയോടെ മാത്രമേ പൊങ്കാല അർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം. പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഭൂമിയുടെ പ്രതീകമായി മൺകലവും അരിയും മറ്റുള്ളവ ആകാശവും വായു ജലം എന്നിവയോട് ചേരുന്നതാണ് പൊങ്കാലയുടെ പുണ്യം. ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആനന്ദമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. കുളി കഴിഞ്ഞ് ഈറനണിഞ്ഞ് സൂര്യനഭിമുഖമായി നിന്ന് പൊങ്കാല സമർപ്പിക്കണമെന്നാണ് വിശ്വാസം. ഞങ്ങളെല്ലാവരും രാവിലെ 4 മണിയോടുകൂടി ഇറങ്ങി. കാലടി എന്ന സ്ഥലത്ത് ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് കാലടി എന്ന ഈ സ്ഥലം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് പൊങ്കാലയ്ക്ക് വേണ്ടി ലഭിച്ചത്. സൂര്യൻ ഉദിച്ചൂണ് അങ്ങനെ ഉയർന്നു വരികയാണ്. ഞങ്ങൾ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഓരോ ഭക്തരും എല്ലാവരും അടുപ്പുകളൊക്കെ കൂട്ടി പൊങ്കാല ദീപം വരുന്നതിന് വേണ്ടി കാത്തിരിപ്പാണ്. അതിനു മുമ്പായിട്ട് ഞങ്ങൾ മണ്ടപ്പുറ്റും വയനയില അപ്പമൊക്കെ റെഡിയാക്കി കാത്തിരിക്കുകയാണ്. ഓരോ ഭക്തരുടെയും മനസ്സിൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള ഭക്തിയും പുണ്യവും ഈ പൊങ്കാലയിൽ നിന്ന് ഓരോ ജനങ്ങൾക്കും ലഭിക്കുകയാണ്. എത്രയൊക്കെ കഷ്ടതകൾ സഹിച്ചും അമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ നിവേദ്യം സമർപ്പിക്കാൻ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുപ്പുകളെല്ലാം തയ്യാറാക്കി മൺകല പാത്രത്തിൽ വെള്ളമൊഴിച്ച് മൺകലത്തിൻ്റെ പൂമാല കൊണ്ട് അലങ്കരിച്ചും ചന്ദനം ചാർത്തിയും സജ്ജമാക്കുകയാണ് ഓരോ ഭക്തരും. സൂര്യഭഗവാന്റെ ആ തേജസ്സായിട്ടുള്ള കിരണങ്ങൾ ഭൂമിയെ ശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. ഓം സൂര്യായ നമ, ഓം സൂര്യായ നമ, ഓം സൂര്യായ നമ. സൂര്യഭഗവാനെ വന്ദിച്ചുകൊണ്ട് പൊങ്കാലയ്ക്കുള്ള ഒരുക്കത്തിലാണ് എല്ലാ ഭക്തരും. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ഭക്തർ മണ്ടപ്പുറ്റുണ്ടാക്കുന്നത്. തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും അതിനുള്ള പ്രതിവിധിയുമായാണ് ഈ മണ്ടപ്പുറ്റ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ശർക്കരയും പഴവും മിക്സാക്കി ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് വറുത്ത് പൊടിച്ച ചെറുപയർ ഇട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് അരിപ്പൊടി ചേർത്ത് മിക്സാക്കാവുന്നതാണ്. വേറെ വെള്ളമൊന്നും ഇതിൽ മിക്സ് ചെയ്യരുത്.
ശർക്കരയും പഴത്തിലുമാണ് ഈ ചെറുപയർ പൊടി നമ്മൾക്ക് മിക്സാക്കി എടുക്കേണ്ടത്. കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇതിൽ ചേർക്കേണ്ടതാണ്. ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് നമ്മൾക്ക് മിക്സാക്കാവുന്നതാണ്. ഇതിങ്ങനെ കുഴച്ചെടുത്ത് നമ്മൾക്ക് ഉരുളകളായിട്ട് കണ്ണും മൂക്കും വായുമായിട്ട് തലയുടെ രൂപത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അത് എൻ്റെ നിന്ന് ഡിലീറ്റായി പോയി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയത് മണ്ടപ്പുറ്റും വയനയില അപ്പവും പിന്നെ അമ്മയ്ക്കുള്ള പൊങ്കാലയുമാണ്. ഓരോ ഭക്തരും ഓരോ പൊങ്കാലയും സമർപ്പിക്കുന്നത് ഓരോരോ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ അമ്മ എല്ലാവരെയും ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുക്കുമെന്നാണ് ഓരോ ഭക്തരുടെയും വിശ്വാസവും. അതുതന്നെയാണ് അതിൻ്റെ പുണ്യവും. പൊങ്കാല അടുപ്പുകളെല്ലാം ഒരുങ്ങി ഇരിക്കുകയാണ്. ശ്രീകോവിലിൽ നിന്നുള്ള ദീപം എത്തുവാൻ വേണ്ടിയിട്ട് പൊങ്കാല അടുപ്പുകളെല്ലാം തയ്യാറായിരിക്കുകയാണ്. എല്ലാ സ്ത്രീകളും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് ആറ്റുകാൽ. ആറ്റുകാൽ പൊങ്കാല ദിവസം ഓരോ സ്ത്രീകളുടെയും ഒരു സ്വപ്നമാണ്. എന്തെല്ലാം കഷ്ടതകളുണ്ടായാലും ആ കഷ്ടതകളേക്ക് തരണം ചെയ്ത് അമ്മയ്ക്ക് വേണ്ടിയുള്ള പൊങ്കാല നിവേദ്യ സമർപ്പണം ആ ദിവസം ഓരോരുത്തരുടെയും പുണ്യമാണ്. എല്ലാ നല്ല കാര്യത്തിനു മുമ്പായിട്ടും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ഭഗവാന് വേണ്ടിയിട്ടുള്ള പടുക്കയാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ശ്രീകോവിലിൽ നിന്നുള്ള ദീപം എത്തിയിരിക്കുകയാണ്. ഓരോ ഭക്തരും ശ്രീകോവിലിലെ ആ ദീപത്തിൽ നിന്ന് തൻ്റെ പൊങ്കാലയ്ക്ക് സമർപ്പിക്കുന്നതിനുള്ള ദീപം പകർന്നെടുക്കുകയാണ്. എല്ലാ പൊങ്കാല അടുപ്പിലേക്കും ആ ദീപം പകരാൻ വേണ്ടി പോവുകയാണ്. ശ്രീകോവിലിലെ നിന്ന് പകർന്നു തന്ന ദീപം പടർന്ന് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ എല്ലാ ഭക്തരിലേക്കും കിലോമീറ്ററുകൾ ദൂരെ ഈ ദീപം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പൊങ്കാല കലത്തിൽ വെള്ളം തിളച്ചു. അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിച്ച് അതിലേക്ക് അരി ഇട്ടുകൊടുക്കുകയാണ്. ദേവിക്ക് വേണ്ടിയിട്ട് പൊങ്കാല സമർപ്പണത്തിന് ഉള്ള ഒരുക്കത്തിലാണ് എല്ലാ ഭക്തരും. എല്ലാവരും അതിനുള്ള തിരക്കിലാണ്. പൊങ്കാല തിളച്ച് ദേവിക്കുള്ള സമർപ്പണം അന്നപൂർണേശ്വരിക്കും സമർപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥജലം വന്ന് എല്ലാ പൊങ്കാലയിലേക്കും തളിക്കുകയാണ്. എല്ലാവരും അവരുടെ നിവേദ്യ സാധനങ്ങൾ അടുപ്പിൽ നിന്ന് താഴേക്ക് ഇറക്കി വെച്ച് ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥം തളിക്കാൻ വേണ്ടിയിട്ട് പോറ്റിയെത്തിയിരിക്കുകയാണ്. എല്ലാ വിഭവങ്ങളും ദേവിക്ക് വേണ്ടി ഭക്തർ സമർപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ നന്മകളും എല്ലാവരിലേക്കും ദേവി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ തളിക്കത്തില്ല. മാറിക്കൊടുക്കും, പെട്ടെന്ന് മാറിക്കൊടുക്കും.
അമ്മയ്ക്ക് നിവേദ്യമെല്ലാം സമർപ്പിച്ച് ദക്ഷിണയും നൽകി എല്ലാ ഭക്തരും അങ്ങനെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അടുത്ത വർഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയൊരു അറിവിലേക്ക്, പുതിയൊരു നാളേക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത വീഡിയോയിലേക്ക് നമ്മൾക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.